പൂക്കൾ ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പേപ്പർ വാഴയിലയും വേണം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിന്റെ ചുളിവുകളെല്ലാം മാറ്റിയതിന് ശേഷം അടിവശവും മുകൾ വശവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വീതിയുള്ള 3 പീസുകളാണ് നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് 3 നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ ഇതുപോലത്തെ കമ്പിയിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പീസും നമ്മൾ പേപ്പർ ഫാനൊക്കെ ചെയ്തെടുക്കുന്നത് പോലെയാണ് മടക്കിയെടുക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തു. ഇനി നമ്മൾ കമ്പി ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ കെട്ടുകമ്പിയിൽ നിന്നും വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ഇവിടെ ആയിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. 2 ഭാഗവും നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കെട്ടുകമ്പി നമുക്ക് ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുക്കാം. അതിനുശേഷം നമ്മളത് ഇതുപോലെ വിടർത്തി കൊടുത്തു. ഇനി നമുക്കതിന്റെ ഓരോ ലെയറും ഒന്ന് പൊക്കി കൊടുക്കണം. നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന 3 പീസും ഇതുപോലെ പൊക്കി കൊടുക്കുമ്പോൾ നമുക്കതൊരു ഫ്ലവറായി കിട്ടും. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ വാഴയിലയിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് ഫ്ലവറിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ഇത് നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളാണ് ചെയ്തെടുക്കുന്നത്. ചെയ്തെടുത്തിട്ടുള്ള തണ്ടുകളെല്ലാം ഇലകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അതൊന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ നമ്മളൊരു ക്ലിപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇലകൾ ഒട്ടിച്ചെടുത്ത ഭാഗത്ത് ഇതും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തു. ഫ്ലവറിന്റെ നടുക്കായിട്ട് ഇനി നമുക്ക് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ 2 പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിന്റെ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്ത് നമ്മൾ അതിനകത്തേക്ക് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൽ ഫോം ഷീറ്റിന്റെ വീതി കുറഞ്ഞ പീസ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ആ തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് ഒക്കെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. വേസ്റ്റ് കവറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ.